Everything in nature are temporary. Here we are discussing such a topic. All palaces are temporary palaces by Rosewood Ben Oni. It is a chapter that is included in the paper AEC for Science. Second sum AEC Science ഒരു ചാപ്റ്ററാണ് ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് റിട്ടൺ ബൈ റോസ്വുഡ് ബെൻ ഓണി. Rosewood Ben Oni is a famous Latin Jewish American poet, and she is noted for her series What Wrestling with എന്ന സീരീസിലൂടെ പ്രശസ്തിയായ വ്യക്തിയാണ് റോസ്വുഡ് ബെൻ ഓണി. And All Palaces Are Temporary Palaces is a famous poem revealing the ethereality of cosmos. ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു വിശാലത വെളിപ്പെടുത്തുന്ന ഒരു കവിതയാണ് All Palaces Are Temporary Palaces. Here the poem is about a talk between the speaker and her young niece. സ്പീക്കർ പോയിറ്റ് തന്നെയാണ്. പോയിറ്റും അവരുടെ നീസും തമ്മിലുള്ള അനന്തരവളും തമ്മിലുള്ള ഒരു ടോക്കാണ് ഈ കവിത. ആൻഡ് ദ നീസ് ഇസ് ഹാവിങ് 6 years of age ആസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈഫ് ആൻഡ് ദ യൂണിവേഴ്സ്. 6 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടി മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പോയിറ്റിനോട് ചോദിക്കുന്നു. ആൻഡ് ഷീ ഈസ് വറീഡ് അബൌട്ട് മൈനിങ് ആസ്ട്രോയിഡ്സ് ഫോർ വാല്യുബിൾ മെറ്റൽസ് ലൈക്ക് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഈ നീസ് ഒരുപാട് വിഷമിക്കുകയാണ്. കാരണം ആസ്ട്രോയിഡ് മൈനിങ്ങിനെ കുറിച്ച്, അതായത് ഗോൾഡ് അതേപോലെ പ്ലാറ്റിനം തുടങ്ങിയ മെറ്റൽസ്, വാല്യുബിൾ മെറ്റൽസിന് വേണ്ടിയിട്ട് ആസ്ട്രോയിഡ് മൈനിങ് നടത്തുന്നു, അതിനെക്കുറിച്ചൊക്കെയുള്ള ആവലാതിയാണ് ആ കുട്ടി വെളിപ്പെടുത്തുന്നത്. And she is worried about asteroid mining, and it makes the speaker think about human activities like underwater weddings and advanced technology. ഈ കുട്ടി ഈ ആസ്ട്രോയിഡ് മൈനിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പോയിറ്റ് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ വെഡ്ഡിങ്സ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ മാരേജസ്, കടലിനടിയിൽ പോലും വിവാഹങ്ങൾ നടത്തുന്ന അത്രത്തോളം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ പോയിറ്റ് ചിന്തിക്കുന്നത്. ആൻഡ് ദ പോം കമ്പേഴ്സ് ദ വാസ്റ്റ്നെസ് ഓഫ് സ്പേസ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഷോർട്ട് ടെമ്പേർഡ് നേച്ചർ. ഇവിടെ പ്രപഞ്ചത്തിന്റെ ആ വിശാലത വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതം വളരെ നൈമിഷികമായ അല്ലെങ്കിൽ ഷോർട്ട് ലിവ്ഡ് ആണ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ ജീവിതം വളരെ ചെറിയ ജീവിതമാണ്, അതേസമയം ഈ പ്രപഞ്ചം വളരെ വിശാലമാണ്. ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ എയിംസ് ഫോർ എ ഫ്യൂച്ചർ വെയർ ഡ്രീംസ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഹാവ് നോ ലിമിറ്റ്സ്. അതോടൊപ്പം തന്നെ ഈ ഒരു കവിതയിൽ വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് അതിരില്ല. അതേപോലെ തന്നെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ആ സ്വപ്നങ്ങളിൽ നിന്നും അവൻ കണ്ടുപിടിക്കുന്നത് അതിരില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കമ്മ്യൂണിക്കേഷൻ, അതേപോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, അവയുടെ ആ ഒരു സ്പീഡപ്പ്, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹിയർ സൈലൻസ് ആൻഡ് യൂണിവേഴ്സ് ആർ യൂസ്ഡ് ആസ് ഇമേജറി ഫോർ ദ ഫ്യൂച്ചർ. സൈലൻസ് എന്നുള്ളത്, അതായത് ആ നിശബ്ദമായ, അവിടെ 2 മീനിങ് നമുക്ക് കാണാം. അതായത് സൈലൻസിലൂടെ, അതായത് നിശബ്ദനായ മനുഷ്യൻ ഹീസ് ഡ്രീമിങ് ആൻഡ് ഹീസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആർ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിലാണ് അവൻ, നിശബ്ദനാണ് എങ്കിലും വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള മനുഷ്യൻ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടത്തുന്നു. അതേപോലെ തന്നെ മറ്റൊരർത്ഥം സൈലൻസ് എന്നത് ഡെത്ത് ആണ്. അതായത് ഈവൻ ദോ ഹി ഏൺസ് എവറിഥിങ് ലാസ്റ്റ് ഫോർ ഹിസ് ഗ്രേവ്. അതായത് നമ്മൾ തോമസ് ഗ്രേ പറയാറുണ്ട്, ദ പാത്ത് ഓഫ് ഗ്ലോറി ലീഡ്സ് ബട്ട് ടു ദ ഗ്രേവ്. നമ്മൾ എന്തൊക്കെ നേടിയാലും അത് നമ്മുടെ ശവകുടീരം വരെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടു കൂടി അത് അവസാനിക്കും എന്ന ആ ഒരു ധ്വനിയും നമുക്കിതിൽ കാണാം. The major themes of the poem are curiosity, existential wonder and the relationship between generations. ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്ന തീംസ് ക്യൂരിയോസിറ്റി, ആകാംക്ഷയാണ്. അതായത് ആ ചെറിയ കുഞ്ഞിൻ്റെ ആകാംക്ഷ, ചെറിയ കുട്ടിയുടെ ആകാംക്ഷ. അതേപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ വണ്ടർ, മനുഷ്യന്റെ നിലനിൽപ്പിലുള്ള അതിശയം. അതായത് ഈ വിശാലമായ ലോകത്ത് മനുഷ്യന്റെ നിലനിൽപ്പ് അത് ഒരു അതിശയം തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലൂടെ മനുഷ്യന്റെ നിലനിൽപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ റിലേഷൻ
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജനറേഷൻസ്, തലമുറകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു പോയറ്റ് ആൻഡ് ദ നീസ്, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ആ ഒരു ബന്ധവും നമുക്കിവിടെ കാണാം. ആൻഡ് ഇറ്റ് ഷോസ് ദി ഇന്നസെൻസ് ആൻഡ് ദ ആൻസൈറ്റി ഓഫ് ചൈൽഡ്ഹുഡ് വിത്ത് ദ കോംപ്ലക്സ് അഡൽട്ട് കൺസേൺ ഫോർ ദി ഫ്യൂച്ചർ. ഇവിടെ നമുക്ക് ആ ചെറിയ കുട്ടിയുടെ ആകാംക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കാണാം, അതേപോലെ ആങ്സൈറ്റി ഫോർ ദ അഡ്വാൻസ്മെന്റ്. ഓരോ അഡ്വാൻസ്മെന്റ് കാണുന്ന സമയത്ത് ആ ഒരു ആങ്സൈറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു നമ്മൾ പറഞ്ഞു എന്താണ് അസ്ട്രോയിഡ് മൈനിങ്, അതിനെക്കുറിച്ചാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ആങ്സൈറ്റി, ആകാംക്ഷ കാണാം. അതേപോലെ തന്നെ മനുഷ്യന്റെ, അതായത് മുതിർന്നവരുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു കൺസേൺ, ആ പരിഗണന, അല്ലെങ്കിൽ ആ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ഒരു ആകാംക്ഷയെ നമുക്ക് കാണാൻ സാധിക്കും. And it discusses asteroid mining technology and philosophical questions about human existence. ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ്, മനുഷ്യന്റെ ആ ഒരു ഷോർട്ട് ലിവിങ് ലൈഫ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എത്ര തന്നെ ആയാലും മനുഷ്യന്റെ നിലനിൽപ്പ്, ആ ഒരു മരണം എന്നുള്ളത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ, നമ്മളുടെ കൈപ്പിടിക്കും അപ്പുറത്തുള്ളതാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും മരണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് എന്നുള്ളത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് മരണം നമ്മളുടെ കയ്യിലല്ല. ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് നേച്ചർ അല്ലെങ്കിൽ ഷോർട്ട് ലിവിങ് നേച്ചർ ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് സയന്റിഫിക് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ പോം ലൈക്ക് asteroid, pentaquarks, antiquarks, etc. ആൻഡ് ദ ഇൻഎലാസ്റ്റിക് സ്കാറ്ററിങ്. ഇവിടെ നമുക്ക് പല സയന്റിഫിക് ടേംസും കാണാൻ സാധിക്കും. അതായത് ആസ്ട്രോയിഡ് എന്ന വാക്ക്, പെൻഡാക്വാക്സ്, ഇത് എക്സാമിൽ ചോദിക്കാം. വാട്ട് ആർ ദീസ് സയന്റിഫിക് ടേംസ് യൂസ്ഡ് ഇൻ ദ പോം? ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സയന്റിഫിക് ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആൻഡ് ഫ്രേസസ് ലൈക്ക് ഡിയർ ആൻഡ് ഡിയർ ഗേൾ ആഡ് വാംത്ത് ആൻഡ് ഇന്റിമസി. ഇവിടെ പോയറ്റ് നീസിനെ വിളിക്കുന്നത് ഡിയർ ആൻഡ് ഡിയർ ഗേൾ എന്ന് വിളിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് ഇറ്റ് ഷോസ് ഇന്റിമസി ആൻഡ് വാംത്ത്, ആ ഒരു സ്നേഹവും അതിൻ്റെ ആ ഒരു ഇന്റിമസിയും ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. The poem reflects the fleeting nature of human creation. മനുഷ്യന്റെ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഇമാജിനേഷന്റെ ഫ്ലീറ്റിംഗ് നേച്ചർ, ആ ഒരു ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ പോകുന്ന, അല്ലെങ്കിൽ എന്താണ് വെരി ഫാസ്റ്റ് നേച്ചർ, അതൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ടോക്സ് അബൌട്ട് ദ സെർച്ച് ഫോർ പെർമനൻസ് ഇൻ ആൻഡ് ഇംപെർമനന്റ് വേൾഡ്. ഈ ലോകത്തിൽ, ഈ ചേഞ്ചിങ് വേൾഡിൽ മനുഷ്യൻ തൻ്റെ നിലനിൽപ്പ് എത്രത്തോളം കാലം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ജീവിക്കണമെന്നുള്ള മനുഷ്യന്റെ ആ ഒരു ആഗ്രഹവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഹിയർ പാലസ് ഈസ് ദ സിംബൽ ഫോർ സക്സസ്, അംബീഷൻ ആൻഡ് ദ ഡിസയർ ഫോർ ലാസ്റ്റിംഗ് ഇമ്പാക്ട്. ഇവിടെ പാലസ് എന്നുള്ളത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. അത് കാണിക്കുന്നത് സക്സസ്, അതേപോലെ തന്നെ അംബീഷൻ, അതേപോലെ തന്നെ ഡിസയർ ഫോർ ലാസ്റ്റിംഗ് ഇമ്പാക്ട്, മനുഷ്യന്റെ ആ ഒരു നിലനിൽപ്പ്, അതേപോലെ തന്നെ ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹങ്ങൾ. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഡിസയർ ഈസ് എ കോസ് ഓഫ് മിസറി. എല്ലാ ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വേദനകൾക്കും കാരണം ആഗ്രഹങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പാലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഷി എംഫസൈസസ് ദ ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ അക്കംപ്ലിഷ്മെന്റ്സ്. മനുഷ്യന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ആ ഒരു നിലനിൽപ്പില്ലായ്മ, അല്ലെങ്കിൽ ഇംപെർമനൻസ് മീൻസ് ആ ഒരു ടെമ്പററി നേച്ചർ, എല്ലാം നൈമിഷികമാണ് എന്നുള്ള ആ ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കും. The Nees ask questions about life and the universe, and the title symbolizes all palaces are temporary palaces, and it means all symbols of power and magnificent structures will perish in course of time. ഇതിൽ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോം? All palaces are temporary palaces means all symbols of power exist within a short time, or everything will destroy within the course of time. അല്ലെങ്കിൽ in the course of time all powers, all symbols of power will decrease, അല്ലെങ്കിൽ ഇല്ലാതെയായി പോകും. ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും അതൊക്കെ ഇല്ലാതായി പോകും. അതായത് സ്മാരകങ്ങളാകാം, അധികാരങ്ങളാകാം, അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ കാലത്തിന്റെ ഒഴുക്കിൽ അത് ഇല്ലാതെയായി. It also reveals the future where dreams and exploration have no limits. അതോടൊപ്പം തന്നെ സ്വപ്നവും അതിൻ്റെ യാഥാർത്ഥ്യവും, സ്വപ്നം കാണുന്നത് നടത്താനുള്ള മനുഷ്യന്റെ കഴിവും നമുക്കിവിടെ കാണാം. ആൻഡ് ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ് പിക്ചേഴ്സ് ദ ഇന്നസെൻസ് ആൻഡ് ആങ്സൈറ്റി ഓഫ് ചൈൽഡ്ഹുഡ്. ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും
ആകാംക്ഷയൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാം. ആൻഡ് ദ ടൈറ്റിൽ റിവീൽസ് ദ ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ അക്കംപ്ലിഷ്മെന്റ്സ്. മനുഷ്യന്റെ അക്കംപ്ലിഷ്മെന്റ്സ്, ആഗ്രഹ പൂർത്തീകരണം, അതിൻ്റെ ഇംപെർമനൻസ്, അതിൻ്റെ നിലനിൽപ്പില്ലായ്മ, അതായത് എന്തൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുത്താലും അത് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിവിങ് ആണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്കിവിടെ കാണാം. These are the main points. Hope you enjoyed it. Thank you.